എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മെയ് ദിന അവധിയായിരുന്നു. മാർക്കറ്റ് ഈവനിങ് സെഷനിലെ കമ്മോഡിറ്റി ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി 24,394 സ്ലൈറ്റ്ലി റെഡിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം 120 പോയിൻറ്റിന് മുകളിലെ നെഗറ്റീവായിട്ടാണ് ട്രേഡായിട്ടുണ്ടായിരുന്നത്. ഇന്ന് അത്യാവശ്യം ഫ്ലാറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഡോ ജോൺസ് 300 പോയിൻ്റ് പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതേപോലെ S&P നാസ്ഡാക്ക് 350 പോയിൻറ്റിലും S&P ഒരു ഫ്ലാറ്റിലും ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിക്കൈ മാത്രമാണ് ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. 400 പോയിൻ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു. അതേപോലെ യൂറോപ്യൻ മാർക്കറ്റിൽ FTSE മാത്രമാണ് ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അത് ഫ്ലാറ്റിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ FISൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1792 രൂപയ്ക്ക് അവർ ഇന്നലെ നെറ്റ് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ മാസം മൊത്തം അവർ 28,228 കോടിയുടെ ബയ്യിങ്ങാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം ഉയരങ്ങളിലേക്ക് നമ്മുടെ മാർക്കറ്റ് എത്തിയത്. വരും ദിവസങ്ങളിലും ഇന്ത്യ പാകിസ്ഥാൻ വാറിൻ്റെ ടെൻഷനുകളൊന്നും ഇല്ലെങ്കിൽ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചൈനയ്ക്കെതിരെയുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കങ്ങൾ അതൊരു സമവായത്തിൽ എത്താനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള ആ ഒരു നിഗമനത്തിൽ ആഗോള ഫണ്ടുകളും കേന്ദ്ര ബാങ്കുകളും സ്വർണത്തിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് പിൻവലിച്ചിരിക്കുന്നു. ഒരു സുരക്ഷിത നിക്ഷേപമെന്ന രീതിയിലാണ് ഗോൾഡ് ഇത്രത്തോളം ഉയരങ്ങളിലേക്ക് എത്തിയത്. പക്ഷേ ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമായി $300 തകർച്ചയാണ് ഔൺസിൽ ഗോൾഡ് നേരിട്ടിരിക്കുന്നത്. ഇന്ന് 3202 എന്നുള്ള ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ഗോൾഡ്. ഇപ്പം 3230-ലും 3220-ലും ട്രേഡായിക്കൊണ്ടിരിക്കുന്നു. ട്രേഡിംഗ് വാർ അതിരൂക്ഷമായതോടെ 2 ആഴ്ച മുമ്പ് സ്വർണ്ണവില ഇത്രത്തോളം കയറാനുണ്ടായ കാരണം, എന്നാൽ ചൈനയുമായി ട്രേഡിംഗ് ഡീൽ തുടരുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് കൊണ്ട് സ്വർണ്ണവില താഴാൻ തുടങ്ങിയതാണ്. മാത്രമല്ല ക്രിപ്റ്റോ കോയിനുകൾക്കെതിരെ ഡോളർ ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. അമേരിക്കൻ ബോണ്ടുകളുടെ മൂല്യവും ഉയർന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഗോൾഡ് കുറയാനുണ്ടായ കാരണം. ഒരു 3000-3100 വരെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബിറ്റ്കോയിൻ ഇന്ന് 96,750 എന്നുള്ള റേഞ്ചിലേക്ക് എത്തി. 1,00,000 മുകളിലേക്ക് ഈ വീക്കിൽ പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡോളർ ഇൻഡെക്സ് 100.150 എത്തി നിൽക്കുന്നു. ക്രൂഡ് ഓയിലാണ് അതിഗംഭീരമായ തകർച്ച നേരിട്ടത്. ഇന്ന് മോർണിംഗിൽ $54 കൂപ്പുകുത്തിയിരുന്നു. ഇപ്പോൾ അത്യാവശ്യം കയറി $59 തിരിച്ചു വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഗ്ലോബൽ മാർക്കറ്റ് വിശേഷങ്ങൾ. നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലെ നിഫ്റ്റി 2 പോയിൻ്റ് നെഗറ്റീവിൽ 24,334 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 46 പോയിൻ്റ് നെഗറ്റീവിൽ 80,242 ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റിയാണ് ഇന്നലെ ചെറിയൊരു തകർച്ച നേരിട്ടത്. 304 പോയിൻ്റ് ഇടിവിൽ 55,087 ക്ലോസ് ചെയ്തു. നാളത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ആഴ്ചയിലെ ലാസ്റ്റ് സെഷനാണ്. ഇന്ന് അവധി ആയതുകൊണ്ട് തന്നെ നാളെ നല്ലൊരു സൈഡ് വേ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഒരു വോളറ്റൈലിറ്റി മാർക്കറ്റിനായിരിക്കും സാക്ഷ്യം വഹിക്കുക. ഏതായിരുന്നാലും നാളെ ചെറുതായിട്ട് താഴത്തേക്ക് തന്നെ വരും എന്നാണ് തോന്നുന്നത്. കാരണം ഈ ഇന്ത്യ പാക് ബോർഡർ പ്രോബ്ലംസ് ചെറുതായിട്ട് തന്നെ നീറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് എന്തെങ്കിലും ഒരു തീരുമാനമാകുന്നത് വരെ അപ്സൈഡിലേക്ക് പോകാൻ മാർക്കറ്റ് തുനിയും എന്ന് തോന്നുന്നില്ല. ഏതായിരുന്നാലും നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് 15 മിനിറ്റ്സ് സ്കാനിലാണ് നമ്മുടെ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിന്നലെ നിഫ്റ്റി ആക്റ്റീവ് ആയിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോഴും സെയിം ലാസ്റ്റ് 15 മിനിറ്റ്സ് സ്കാനിലാണ് ഡൗൺ സൈഡിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നലെ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് നടത്താനുള്ള ഒരു സാഹചര്യം ലഭിച്ചില്ല.
ഫുൾ കൺസോൾട്ടേഷൻ ആയിരുന്നു. പക്ഷേ മോർണിംഗ് സെഷനിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കി. മോർണിംഗ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കൊരു സെൽ സിഗ്നൽ ലഭിച്ചതുകൊണ്ട് നമുക്ക് വലിയ ഒരു ബേജാറില്ലാതെ തന്നെ ഇന്നലെ ട്രേഡ് ചെയ്യാൻ സാധിച്ചു. സെൻസെക്സിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ സെൻസെക്സിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം ക്ലോസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ക്രോസ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇന്നലെ 3 ഇൻഡെക്സിലും നമുക്ക് ഒരു ട്രേഡിംഗ് സെറ്റപ്പ് നടത്താനുള്ള ഒരു സാഹചര്യം ലഭിച്ചിട്ടില്ല. നമുക്ക് നാളെ വാച്ച് ചെയ്യാനുള്ള ലെവലുകൾ റെസിസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം 80,662 എന്നുള്ളത് നമുക്ക് അത്യാവശ്യം 80,530 വയ്ക്കാവുന്നതാണ്. സപ്പോർട്ട് അല്പം ഇറക്കി, ഇവിടെ ഒരു ക്രൂഷ്യൽ ലെവലാണിത്, 79,860 നമുക്ക് സെൻസെക്സിൽ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് റെസിസ്റ്റൻസ് ലെവൽ മാത്രം അല്പം താഴത്തേക്ക് വെച്ച് 24,400 എന്നുള്ളൊരു ലെവൽ വാച്ച് ചെയ്യാവുന്നതാണ്. സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് ഒരു മേജർ സപ്പോർട്ട്. അവിടെ നിന്ന് തന്നെയാണ് റീടെസ്റ്റ് നടത്തിയിരിക്കുന്നത് 24,200. നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്ന് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ് 24,200, 24,280 ബ്രേക്ക് ചെയ്താൽ 24,200 വരെ വരും എന്നുള്ളത്. പക്ഷേ അത് ലാസ്റ്റ് ക്യാനിലാണ് ബ്രേക്കൗട്ട് ചെയ്തത് എന്ന് മാത്രം. അതുകൊണ്ടാണ് നമുക്കൊരു അവസരം ലഭിക്കാതെ പോയത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ബാങ്ക് നിഫ്റ്റി നാളെയും ഒരു ഷുവർ ഡൗൺ സൈഡ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ഒരു ട്രെൻഡ് ലൈൻ ജസ്റ്റ് ക്രോസ് ചെയ്തതിന് ശേഷം റിവേഴ്സ് വന്നിട്ടുണ്ട്. അല്പം താഴത്തേക്ക് വെക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയില്ല. നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി വീണ്ടും താഴത്തേക്ക് വരും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ് ഉള്ളത്, 54,630 വരെ വരും. ഇപ്പോൾ 54,950 ബാങ്ക് നിഫ്റ്റി സ്ഥിതി ചെയ്യുന്നത്. ഏതായിരുന്നാലും നമുക്കത് നാളെ വാച്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് നാളെ റെസിസ്റ്റൻസ് ലെവലായിട്ട് ഈ ഒരു സോൺ വാച്ച് ചെയ്യാവുന്നതാണ്, 55,540. ഓക്കെ, സപ്പോർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു സപ്പോർട്ട് ലൈൻ വാച്ച് ചെയ്യാവുന്നതാണ്, 54,770. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്തുകൊണ്ട് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നാളെ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതൊന്ന് വാച്ച് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കുണ്ട്, അതുവഴി ജോയിൻ ചെയ്യാം. ഞങ്ങളുടെ ചാനലിൽ ഒരു ട്രേഡർക്ക് ആവശ്യമായ എല്ലാ വാർത്തകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഞങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന ടെലഗ്രാം ചാനലും ഐഡിയും ഒക്കെ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രീമിയം പ്ലാൻ എടുത്തവർ ആരെങ്കിലും ഇനി ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ താഴെ ലിങ്ക് വഴി ഞങ്ങളുടെ ജനറൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ശേഷം അവിടെ ഞങ്ങളുടെ പേഴ്സണൽ ഐ ഡി ഉണ്ട്, അതുമായി ബന്ധപ്പെടാം. ഓക്കെ, നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ നാളെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.